വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ഉള്ളതാണ് എന്നതിൻ്റെ അലാമത്ത് ആണ് വിശുദ്ധ ഖുർആൻ്റെ ഓരോ ആയത്തുകളും. അതേപോലെ തന്നെ വേറെയും അർത്ഥത്തിന് പറയും. പിന്നെ തെളിവ്, ദലാലത്ത്, ദലീൽ എന്ന അർത്ഥത്തിന് പറയും. വിശുദ്ധ ഖുർആൻ ദലീലാണ്. പിന്നെ അതിൻ്റെ വചനങ്ങൾ സത്യസന്ധമാണ് എന്നതിന് ആ അർത്ഥത്തിൽ ആയത്ത് എന്ന് പറയും. ഇങ്ങനെ ആയത്തിന് പല അർത്ഥമുണ്ട്. പല അർത്ഥത്തിന് ആയത്ത് പറയും. ഇവിടെ ദലീൽ, തെളിവ്, ബുർഹാൻ പ്രമാണം, തെളിവ്, ദൃഷ്ടാന്തം, അതാണ് ബുർഹാൻ, ദലീൽ എന്നൊക്കെ അർത്ഥത്തിൽ. ആയത്തുൽ ലഹും, അവർക്ക് ആയത്താണ്, അവർക്കുള്ള ആയത്താണ്. ആർക്കുള്ള ആയത്താണ്? അള്ളാഹിൻ്റെ കുദറത്തിനെ വകവെക്കാത്ത, അള്ളാഹിൻ്റെ കുദറത്തുണ്ടല്ലോ, പുനഃസൃഷ്ടി നടത്താൻ, ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, മരിച്ചവരെ ഒരുമിച്ച് കൂട്ടി വിചാരണ നടത്താൻ അള്ളാഹ്ക്ക് കഴിയില്ല എന്ന് പറയുന്ന, അള്ളാഹുവിനെ കളവാക്കുന്ന അവർക്കുള്ള ആയത്താണ് ആയത്തുൽ ലഹും. എന്ത്? അൽ അർദുൽ മൈത. അൽ അർദുൽ മൈത എന്താ? അൽ അർദുൽ മൈത, മൈതത്തായ നാട്, മൈതത്തായ ഭൂമി. മൈതത്ത് എന്താ? മൈതത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, ഇന്നൻ നുഹ്ബത ലൈസ ബി അഹല്ല ബിനൽ മൈത. ഇന്നൻ നുഹ്ബ, കട്ടെടുത്ത മുതൽ, തട്ടിയെടുത്ത മുതൽ അല്ല, ബി അഹല്ല മിനൽ മൈത, മൈതയേക്കാൾ അനുവദനീയമായത് എന്ന് പറഞ്ഞെങ്കിൽ മൈതത്തിനേക്കാൾ മോശമാണ്, ഹറാമാണ് എന്ത്? തട്ടിയെടുത്തത് പറയുന്നത്. എപ്പോഴറിയോ? സാലബ ഇബ്നുൽ ഹക്കം റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. എല്ലാവർക്കും കൊടിയ വിശപ്പ്. ഒരു യുദ്ധയാത്രയിലാണ്, എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. ജഹദുൻ ഷദീദനാണ്, കഠിനമായ തീവ്രമായ പ്രയാസം. അതേപോലെ തന്നെ വിശപ്പ്. ഇതാണ്. അങ്ങനെ അവർ പറയാണ്, സാലബ പറയാണ്, ഞങ്ങൾ ശത്രുക്കളുടെ കുറേ ആടുകളെ കണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ആ ആടുകളെ എടുത്ത്, ശത്രുവിൻ്റെ ആടല്ലേ, ഞങ്ങൾ എന്ത് ചെയ്തു? അതിനെ എടുത്ത്. എന്നിട്ട് ഞങ്ങളുടെ കിതിർ എന്ന് പറഞ്ഞാൽ കലങ്ങൾ വെച്ച് ഈ ആടിനെ അറുത്തിട്ട് എന്ത് ചെയ്തു? മാംസം വേവിച്ച്. അപ്പോഴാണ് നിസ്വാസൽ മതങ്ങൾ വരുന്നത്. വിശന്ന ആളുകളാണ്, ഓൽക്കൊടുന്ന ആടിനെ കിട്ടിയത് ഇങ്ങനെ തിളപ്പിക്കാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പറഞ്ഞു, റസൂലെ, പിന്നെ ഹനമുൽ അദു, ശത്രുവിൻ്റെ ആടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാലബ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കൗസ് കൊണ്ട് എല്ലാ കലങ്ങളും മറിച്ചിട്ട്, കൗസ് കൊണ്ട് എല്ലാ കലങ്ങളും മറിച്ചിട്ട്, മാത്രമല്ല മണൽ വാരിയിട്ട് ലഹമിലിട്ട്, മണൽ വാരിയിട്ട് ആ ലഹമിലേക്ക് എറിഞ്ഞ് റസൂലുള്ളാഹി അതിൽ മണൽ വീഴ്ത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൻ നുഹ്ബത ലൈസ ബി അഹല്ല മിനൽ മൈത, തട്ടിയെടുത്ത മുതൽ അത് മൈത്തത്തിനേക്കാൾ ഹലാലായതല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈത്തത്തിനേക്കാൾ ഹറാമായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. പറയുമ്പോൾ ശത്രുവിൻ്റേതാണ്. ചില ആളുകൾ നമ്മളുടെ ആളുകളല്ല, നമ്മളോട് ശത്രു ആയ ആളുകളുടേതാണെന്ന് പറഞ്ഞിട്ടൊക്കെ ചില പെരുമാറ്റങ്ങളുണ്ട്. അത് ഇസ്ലാമിൽ പാടില്ല എന്നുള്ളതിന് തെളിവാണ്. ഇവിടെ റസൂലുള്ളാഹി ഏതൊരു സമൂഹത്തോടാണ് യുദ്ധത്തിന് പോകുന്നത്, ആ യുദ്ധത്തിന് ചെയ്യപ്പെടുന്ന ശത്രുവിൻ്റെ മുതലിനെ കുറിച്ചാണ് റസൂലുള്ളാഹി പറയുന്നത്. അതിൽ ഹദീസിൽ കാണാം, കലം തിളക്കുകയാണ്. ഇവരാണെങ്കിൽ വിശന്ന് പൊരിഞ്ഞ ആളുകളാണ്. തിളച്ച് മറിയണ കല റസൂലുള്ളാഹിൻ്റെ കൗസ് കൊണ്ട് തള്ളിയിട്ടതാണ്, മറിച്ചിട്ട്. അപ്പോൾ അതിൽ ലഹമി ചിന്തി, മാംസം. അപ്പോൾ റസൂലുള്ള മണൽ വാരിയിട്ട് എന്ത് ചെയ്തു? ആ ലഹം മറ്റാരും തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് മണൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിന്ന്. ഏതായാലും എന്നിട്ട് റസൂലുള്ള കൊണ്ടാണ്. അപ്പോൾ അതാണ് മൈത്തത്ത് എന്ന് പറഞ്ഞാൽ ശവം അല്ലേ. ഷറയിൽ മൈത്തത്ത് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ മൈത്തത്ത് പറഞ്ഞാൽ ശവം നമുക്കറിയാം. ജസദിൽ നിന്ന് റൂഹ് പോയതൊക്കെ എന്താണ്? മൈത്തത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുർരിമത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദം, നിങ്ങൾക്ക് മൈത്തത്ത് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു, ദമും രക്തവും ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. മൈത്തത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ? മൈത്തത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരാൾ ബിസ്മി ചൊല്ലി ഒരു കുറുക്കനെ അറുത്ത്, ബിസ്മി ചൊല്ലിയിട്ട് ഒരു കുറുക്കനെ അറുത്ത്, ആ കുറുക്കൻ ഹലാലാണോ ഹറാമാണോ? ഹറാമാണ്. എന്തുകൊണ്ട്? കുറുക്കനാണ്. കുറുക്കനെ ബിസ്മില്ലി അറുത്തിട്ടുണ്ടെങ്കിലും ജീവൻ പോയിട്ടുണ്ടെങ്കിലും അതെന്താണ്? മൈത്തത്താണ്. എന്ത് നജസാണ്, നമുക്ക് തിന്നാൻ പാടില്ല. കാരണം എന്താണ്? കുറുക്കനെ പോലത്തെ മൃഗങ്ങൾ അത് ദീനാബ്, തേറ്റുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ഈ തേറ്റയുള്ള എന്ത് ചെയ്യാൻ പാടില്ല, മൃഗങ്ങളെ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് ഹറാം. ഒരാളൊരു ബിസ്മില്ലി ഒരു പോത്തിനറുത്ത്,
ബിസ്മില്ലിട്ട് പോത്തിനെ അറുത്ത്. അത് എന്താ? പോത്തിൻ്റെ ജീവൻ പോയി. അതെന്താ? മൈത്തത്തല്ല. അത് മൈത്തത്തല്ല. കാരണം നമുക്ക് തിന്നാൻ അനുവദനീയമായിട്ടുള്ളതാണ്. ബിസ്മില്ലിട്ടാണ് അറുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് തിന്നാം. അതിന് മൈത്തത്തെ അല്ല. അത് പറയുമ്പോൾ അതിന് ജീവല്ല. അറുത്ത് കഴിഞ്ഞില്ലേ, ജീവൻ പോയി. അത് മൈത്തത്തല്ല ഷറഇൻ്റെ ഭാഷയിൽ. അപ്പം ഷറഇയായ നിലക്ക് അറുത്ത് ജീവൻ പോയത് എന്തല്ല? മൈത്തത്തല്ല. എന്നാൽ ഷറഇ അല്ലാത്ത നിലക്ക് അറുത്ത് ജീവൻ പോയതാണ്. ഒരാൾ ഒരു വലിയൻ്റെ പേര് പറഞ്ഞിട്ടാണ് അർത്ഥത്, അല്ലെങ്കിൽ ഈസാ നബിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അർത്ഥത്. ബിസ്മി മസീഹ് അർത്ഥത് ആടിനെയാണ്. പക്ഷെ അതിനെന്താ പറയുക? അതിന് മൈത്തത്ത് എന്നാ പറയാം. ഒരാൾ ബിസ്മി അല്ലിയിട്ടാണ് അർത്ഥം. ഒരു നാടൻ കഴുത ക്രമക്കുമുള്ള നാടൻ കഴുത നജസാണ്, തിന്നാൻ പാടില്ല. കാട്ടുകഴുതനെ തിന്നാം. പക്ഷെ നാടൻ കഴുത എന്താണ്? നമുക്ക് തിന്നൽ അനുവദനീയല്ല, പാടില്ല. അതിന് ബിസ്മി അല്ലി അർത്ഥാലും തിന്നാൻ പാടില്ല. കാരണം അതെന്താണ്? മൈത്തത്താണ്. മൃഗങ്ങളിൽ മൈത്തത്തല്ലാത്ത മൃഗം ഉണ്ടല്ലോ, മരിച്ചത്, ജീവൻ പോയത് മൈത്തത്തല്ലാത്തത് ഏതൊക്കെ? മീൻ, സമക്ക്, പിന്നെ ജറാദ് വെട്ടുകിളി. ജീവൻ പോയത്, അറക്കാതെ ജീവൻ പോയത് പക്ഷേ മൈത്തത്തല്ല. അതേതാണ്? ഒരു മനുഷ്യൻ മരിച്ച് മൈത്തത്താണ് അത്. ഷറഇൻ്റെ ഭാഷയിൽ നജസ്, ഈ മൈത്തത്തൊക്കെ നജസ്സാണ്. നജസ് എന്ന നിലയ്ക്ക് എന്തല്ല? മൈത്തത്തല്ല. ആര്? ജീവൻ പോയ മനുഷ്യൻ. പറയുമ്പോൾ അതിന് മയ്യത്ത് എന്ന് പറയും. പക്ഷേ എന്തല്ല? ഷറഇൻ്റെ ഭാഷയിൽ നജസായ മൈത്തത്തല്ല. അതേപോലെ തന്നെ ഈ പ്രാണികൾ, രക്തചംക്രമണമില്ലാത്ത പ്രാണികൾ, ഏതുപോലെ ഈച്ച, കൊതുക്, ഇതൊന്നും എന്തല്ല? നജസല്ല. അതേപോലെ തന്നെ അത് മൈത്തത്തിൻ്റെ ഹുക്മലല്ല. അതേപോലെ ഇത് നമ്മൾ പറഞ്ഞു ഇപ്പം വെട്ടുകിളി, ജറാദ്, മത്സ്യം, ഇതൊക്കെ ഏതായാലും മൈത്തത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷറഇൻ്റെ ഭാഷയിൽ എന്താണ്? ഷറഇ അല്ലാത്ത നിലക്ക് അറുക്കപ്പെട്ടതൊക്കെ എന്താണ്? മൈത്തത്താണ്. കുറേ ഹുക്കുമുകളുള്ളൊരു വിഷയമാണത്. ഇനി മൈത്തത്തിൻ്റെ എല്ലാം നജസാണ്. ഒരു മൃഗം, ആട് ചത്തെടുക്കണ്, അത് ചത്തു, ഷറഇയല്ലാതെ അറുത്ത്, അത് മൈത്തത്താണ്. പക്ഷെ ആ ആടിൻ്റെ ഭാഗങ്ങളൊക്കെ നജസാണ്, ഉപയോഗിക്കാൻ പറ്റൂല, തുടങ്ങി കുറേ മസാലകൾ, വിഷയങ്ങളുണ്ട്. അതാണ് നമ്മുടെ വിഷയം. അതല്ല ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? ഈ മൈത്തത്ത് എന്നുള്ള പ്രയോഗം.